നമസ്കാരം, ഞാൻ ഹരിദാസൻ. അദനി ഗ്രൂപ്പ് ഓഹരികൾ 2 ദിവസമായിട്ട് ചർച്ചാ വിഷയമായിട്ടിരിക്കുകയാണ്. മലയാള പത്രങ്ങളിൽ അടക്കം അതിന്റെ റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പരമാവധി ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അദനി ഗ്രൂപ്പിന്റെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 6 കമ്പനികളുടെ ഓഹരി വിലയിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു വില വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തെ വില വ്യതിയാനം പരിശോധിക്കുമ്പോൾ അദനി പോർട്ട് എന്ന കമ്പനിക്ക് 169% വില വർധനവ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഓഹരിക്ക്. അദനി പവർ എന്നുള്ള കമ്പനിയാണെങ്കിൽ 369% ഇൻക്രീസ് ആണ് ഓഹരി വിലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അദനി ടോട്ടൽ ഗ്യാസിന്റെ എടുക്കുകയാണെങ്കിൽ 916% ഇൻക്രീസ് ആണ് അതിന്റെ ഓഹരി വിലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അദനി ഗ്രീൻ എനർജി എടുക്കുകയാണെങ്കിൽ 544% വർധനവ് രേഖപ്പെടുത്തി. അദനി ട്രാൻസ്മിഷൻ ആണെങ്കിൽ 746% വർധനവും. അദനി എന്റർപ്രൈസസ് ആണെങ്കിൽ 1060% മുകളിലാണ് ഒരു വർഷം കൊണ്ട് അതിന്റെ ഓഹരി വില വർദ്ധിച്ചത്. അടുത്ത 1-2 ദിവസങ്ങൾ ഉണ്ടായ ചില ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സെല്ലിംഗ് ഈ ഓഹരികളിൽ കാണാൻ കഴിഞ്ഞു. സാധാരണയായിട്ട് ഇത്തരത്തിലുള്ളൊരു ഓഹരി വിലയിലുള്ള ചേഞ്ച് ഏത് ഓഹരിക്ക് ഉണ്ടാവുകയാണെങ്കിലും അത് അപ്പർ സൈഡ് ആയിക്കോട്ടെ ലോവർ സൈഡ് ആയിക്കോട്ടെ അതിനെക്കുറിച്ച് സെബി അന്വേഷിക്കും. അതിനെക്കുറിച്ചിട്ട് അതിന് വല്ല പ്രൈസ് റിഗ്ഗിങ്ങും സാധ്യത ഉണ്ടോ എന്ന് സെബി അന്വേഷിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ്. ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം സെബി നടത്തുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യവും കൂടിയാണ്. ഈ അവസരത്തിൽ അതായത് ഈ ഞായറാഴ്ച സുചേത ദലാൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ജേർണലിസ്റ്റിന്റെ ഒരു ട്വീറ്റ് ആണ് സംഭവത്തിന്റെ തുടക്കം. സുചേത ദലാൽ എന്ന് പറയുന്നത് പഴയ ഹർഷത് മേത്ത കേസ് പുറത്തു കൊണ്ടുവന്ന ജേർണലിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ്. ഓക്കെ, അങ്ങനെ ഒരു ഹിസ്റ്ററി കൂടി അവർക്ക് ഉണ്ട് എന്നർത്ഥം. അപ്പൊ അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഫോറിൻ എൻറ്റൈറ്റികളെ ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പിലെ ഓഹരികൾ ഒരു പ്രൈസ് റിഗ്ഗിങ് നടക്കുന്നുണ്ട്, അത് സെബി ട്രാക്ക് ചെയ്യുന്നത്, സെബി മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നായിരുന്നു ആ ട്വീറ്റിന്റെ രത്ന ചുരുക്കം. കമ്പനി ഏതാണെന്നോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഏതാണെന്നോ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ തിങ്കളാഴ്ച മോർണിംഗ് ആയപ്പോഴേക്കും എക്കണോമിക് ടൈംസ് പോലുള്ള ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നു. NSDL 3 പ്രമുഖ FPI അതായത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് FIS അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് 43,500 കോടിയിലധികം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് അദനി ഗ്രൂപ്പിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. 2019 മണി ലോണ്ടറിംഗ് ആക്ട് അമെൻമെന്റിൽ ഈ FPIസിന്റെ KYCയെ കുറിച്ചിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില നോംസ് വന്നിട്ടുണ്ട്. അതായത് ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി, ഇവരുടെ അഡ്രസ് എന്താണ്, അവരുടെ ഇൻകം ടാക്സിന്റെ അവരുടെ ടാക്സിന്റെ ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, KYC ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 31 ആയിരുന്നു. അപ്പോഴേക്കും ചില മാധ്യമങ്ങളൊക്കെ 2021 സ്കാം എന്നുള്ള രീതിയിൽ ഇതിനെ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഈ ഹർഷത് മേത്ത ചേർത്ത് വെച്ചുകൊണ്ട് 2021 ഹർഷത് മേത്തയാണ് അദാനി എന്നുള്ള രീതിയിലൊക്കെ പല ന്യൂസുകളും വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് പരിഭ്രാന്തരാവും. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ഒരു സെല്ലിംഗ് ഈ സ്റ്റോക്കുകളിൽ നടന്നു. എന്നാൽ ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ 3 മണിയോട് കൂടിയിട്ട് പുറത്തു വിടുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു, അദനി ഗ്രൂപ്പ് അറിയിച്ചു. അതോട് കൂടിയിട്ട് ഇതിന്റെ പ്രൈസിൽ കുറച്ച് ഇൻക്രീസ് വരാനും തുടങ്ങി. 3 മണിയോട് കൂടിയിട്ട് എക്സ്ചേഞ്ചിൽ ഇതിന്റെ ക്ലാരിഫിക്കേഷൻ ഫയൽ ചെയ്തു. അവർ പറഞ്ഞത് ഇത്തരത്തിലൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ബേസ്ലെസ് ആണ്, അടിസ്ഥാനരഹിതമാണ്. സംശയത്തിന്റെ നിഴലിൽ നിന്നിരുന്ന 3 FPI ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് അൽബുല ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ക്രസ്റ്റ ഫണ്ട് ആൻഡ് APMS ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന 3 കമ്പനികളെയും ഫ്രീസ് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ 3 കമ്പനികളും, അതായത് അൽബുല ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ക്രസ്റ്റ ഫണ്ട്, അതേപോലെ തന്നെ APMS ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന 3 മൊറീഷ്യസ് ബേസ്ഡ് കമ്പനിയാണ്. ഇത് 3 ഒരു ബിൽഡിംഗിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് വെബ്സൈറ്റ് പോലും ഇല്ല എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. സത്യത്തിൽ മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തതെന്ന് പറയാൻ കഴിയില്ല. കാരണം NSDLന്റെ സൈറ്റിൽ ഫ്രോസൺ അക്കൗണ്ടിൽ 31 മെയ്യിൽ ഫ്രോസൺ ചെയ്ത കമ്പനികളുടെ ലിസ്റ്റിൽ ഈ
ഈ പറയുന്ന 3 കമ്പനികളും അവരുടെ പാൻ നമ്പർ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇന്നലെ വരെ നമുക്ക് കാണാൻ കഴിഞ്ഞായിരുന്നു. പക്ഷെ ഇന്ന് ആ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ഒരു പക്ഷെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷെ എന്തെങ്കിലും ചേഞ്ചസ് NSDL ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ FPIക്ക് 2 തരത്തിലുള്ള അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്. ഒന്ന്, ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ഓഹരി വാങ്ങുന്നതിനും വിൽക്കുന്നതിനുള്ള ഒരു അക്കൗണ്ടും, 2 വിദേശത്തുള്ള ഇന്ത്യൻ ഓഹരികൾ, അതായത് ADR അതുപോലെ GDR ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്ററി റെസിപ്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും വിൽക്കുന്നതിനുള്ള ഒരു അക്കൗണ്ടും. അങ്ങനെ 2 രീതിയിലുള്ള അക്കൗണ്ട് സാധാരണ FPIക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിലുള്ള ഡെപ്പോസിറ്ററി റെസിപ്റ്റിന്റെ ഹോൾഡ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് മരവിപ്പിച്ചത് എന്നാണ് സംശയിക്കുന്നത്. എന്നാൽ അത് എവിടെയും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഊഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഇക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. റീസൺ എന്തോ ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഒരു ട്വീറ്റ് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ചെറിയൊരു ന്യൂസ് വരുമ്പോഴേക്കും സ്റ്റോക്കിൽ ഇത്രയും വലിയ ഒരു സെൽ ഓഫ് ഉണ്ടായത് എന്നുള്ളതാണ്. അതിന്റെ കാരണം മനസ്സിലാവണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന്റെ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആയത് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഇത് അദനി ഗ്രൂപ്പിന്റെ ലിസ്റ്റ് ചെയ്ത ഈ ഓഹരിയുടെ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ അത് ചീപ്പാണെന്ന് ആരും പറയില്ല. വാല്യൂ ബയേഴ്സിന് പറ്റുന്ന ഒരു സ്ക്രിപ്പ് അല്ല അത് ആരും പറയില്ല. ഫണ്ടമെന്റൽസ് ഓക്കെയാണ്, പക്ഷെ അതിന്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് അല്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നിട്ടും ഇതിന്റെ പ്രൈസ് ഇങ്ങനെ കൂടാനുള്ള കാരണം എന്ത്? അതാണ് നമുക്ക് അതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിച്ച് നോക്കാം. അദനി ഗ്രൂപ്പിൽ എല്ലാം പ്രൊമോട്ടേഴ്സിന് നല്ല ഹോൾഡിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അദനി എന്റർപ്രൈസസ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ്. 74.9% ഓഹരി പങ്കാളിത്തവും പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലാണ്. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റേഴ്സ് 20.5% ഹോൾഡ് ചെയ്യുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 0.8% മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. പബ്ലിക്കിന്റെ കയ്യിൽ 3.8% ആണ് ഉള്ളത്. അതാണ് പ്രധാനം. അദാനി ഗ്രീൻ എടുക്കുമ്പോഴോ 75% ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 56.3 മാറിയതാണ്. ഓക്കെ, അതിനും FIS നല്ല ഹോൾഡിംഗ് ഉണ്ട്. 21.5% FIS ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ചെറിയ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ, 0.3% ഉള്ളൂ. പബ്ലിക്കിന് 21.9%, റീസണബിളി കൂടുതലാണ് മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ അദനി പവർ 75% പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്, FIS 11.5, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7.1, 6.4% ആണ് പബ്ലിക്കിന്റെ കയ്യിലുള്ളൂ. അദനി പോർട്ടിന് 3.5% ഉള്ളൂ. അദനി ടോട്ടൽ ഗ്യാസ് 3.9%, അദനി ട്രാൻസ്മിഷൻ 2.2% ആണ്. പബ്ലിക്കിന്റെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ പെർസെന്റേജ് വളരെ കുറവാണ്. അപ്പൊ കുറച്ച് ഒരു വലിയ ക്വാണ്ടിറ്റിയിലുള്ള ഒരു ബൈങ് വരുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഇതിന്റെ പ്രൈസ് മൂവ് ചെയ്യും എന്നുള്ളതാണ്. പബ്ലിക് ഹോൾഡിംഗ് വളരെ കുറവുള്ള കമ്പനികളുടെ ഓഹരിയിൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് അപ്പർ സൈഡ് ആയാലും ലോവർ സൈഡ് ആയാലും. കാരണം ചെറിയൊരു ക്വാണ്ടിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൽ ബാലൻസ് തെറ്റും, വലിയ രീതിയിലുള്ള മുകളിലോട്ടോ താഴോട്ടോ പോകാനുള്ള സാധ്യതയുണ്ട്. അദനി പോർട്ടും അതേപോലെ തന്നെ അദനി എന്റർപ്രൈസസും ഒഴികെ ബാക്കി 4 അദനി ഗ്രൂപ്പ് കമ്പനികളും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ASM കാറ്റഗറി 4ൽ പെട്ടിരിക്കുന്നതാണ്. അതിന് 100 ട്രേഡ് ചെയ്യണമെങ്കിൽ 100% മാർജിൻ ആവശ്യമാണ് എന്നർത്ഥം. അപ്പൊ ഹൈ റിസ്ക് ആണ് എന്നുള്ളത് കാരണം ഇതിന്റെ ഹൈ ഫ്ലക്ച്വേഷൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു റിസ്കി കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ്, അദനി എന്റർപ്രൈസിന്റെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഏറെക്കുറെ എല്ലാ കമ്പനികളിലും 75% എടുത്തിട്ടുണ്ട് അല്ലെ. 74.9% ആണ് അദനി എന്റർപ്രൈസസിലുള്ളത്. അതേപോലെ തന്നെ 75% അദനി പവറിലുണ്ട്. പക്ഷെ ഈ 75% കംപ്ലീറ്റ് ഇന്ത്യൻ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലല്ല. അദനി എന്റർപ്രൈസസ് എടുക്കുകയാണെങ്കിൽ 66.33% ഇന്ത്യൻ പ്രൊമോട്ടറുടെ കയ്യിലുള്ളത്. ബാക്കി 8.59% ഫോറിൻ പ്രൊമോട്ടറുടെ കയ്യിലാണ്. അദനി ഗ്രീൻ 54.92%, 1.37 ഫോറിൻ പ്രൊമോട്ടറുടെ കയ്യിലാണ്. അദനി പവർ 46.64% ഇന്ത്യൻ പ്രൊമോട്ടറും 28.33% ഫോറിൻ പ്രൊമോട്ടർ ഹോൾഡിംഗുമാണ്. അദനി പോർട്ട് 17.51 ഫോറിൻ പ്രൊമോട്ടർ, അദനി ടോട്ടൽ ഗ്യാസ് 37.4 ഫോറിൻ പ്രൊമോട്ടർ, അദനി ട്രാൻസ്മിഷൻ 8.59 ഫോറിൻ പ്രൊമോട്ടർ. ഓക്കെ, അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രൊമോട്ടറുടെ ഹോൾഡിംഗിൽ നിന്നായിരിക്കും പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
വലിയ തോതിൽ ഈ പവർ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ ഗ്രൂപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വല്ല ഇഷ്യൂസും ഉണ്ടോ നമുക്ക് പറയാൻ കഴിയില്ല. സെബി അന്വേഷിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. 1988 അദനി എക്സ്പോർട്ട് എന്ന് പറഞ്ഞ് ഈ അദനി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേവലം 5 ലക്ഷമായിരുന്നു അവരുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. ഈ അദനി എക്സ്പോർട്ടാണ് പിന്നീട് അദനി എന്റർപ്രൈസസ് ആയിട്ട് മാറിയത്. ഇതാണ് ഇവരുടെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത്. അതിനുശേഷം 1996 അദനി പവർ എന്നുള്ള കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. 1998 അദനി പോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 2005 അദനി ഗ്യാസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാവുന്നു. 2013 അദനി ട്രാൻസ്മിഷൻ ഇൻകോർപ്പറേറ്റഡ് ആവുന്നു. 2015 അദനി ഗ്രീൻ എന്ന് പറയുന്ന അവരുടെ കമ്പനി വരുന്നു. അദനി സിമെന്റ് ഫീൽഡിലേക്ക് വരാൻ പോകുന്നു. അദനി സിമെന്റ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഏത് കാര്യത്തിൽ ഏത് ഫീൽഡിലാണെങ്കിലും ഇവരുടെ മാനേജ്മെന്റ് എക്സ്പെർട്ടൈസ് പറയാതിരിക്കാൻ കഴിയില്ല. ഏത് ഫീൽഡാണെങ്കിലും അവരുടെ ഫീൽഡ് ഒരു വളരെ പെർഫോമർ ആണ്, നല്ലൊരു മാനേജ്മെന്റ് ടീം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നർത്ഥം. ഇനി മറ്റൊരു രസകരമായിട്ടുള്ളൊരു അനലൈസും കൂടി ഞാൻ പറയാൻ തോന്നുന്നു. എന്താന്ന് വെച്ചാല്, ഈ അദനി ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു 5 ലക്ഷം കൊണ്ട് തുടങ്ങിയതാന്നൊക്കെ പറഞ്ഞല്ലോ. ഇന്ന് എന്ന് പറഞ്ഞാൽ 9 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അദനി ഗ്രൂപ്പിനുണ്ട്. അദനി ഗ്രൂപ്പിന്റെ ഈ ലിസ്റ്റഡ് കമ്പനികൾക്കുണ്ട്. ലിസ്റ്റ് ചെയ്യാത്ത നിരവധി കമ്പനികൾ അവർക്കുണ്ട്. ഞാൻ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വളർച്ച, എവിടുന്നാണ് ഈ അദാനി ഗ്രൂപ്പിന് ഇത്രയധികം ഫണ്ട് കിട്ടുന്നത് എന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ ഫണ്ട് മാനേജ്മെന്റിലുള്ള എക്സ്പെർട്ടൈസ് നമുക്ക് മനസ്സിലാവുക, അതിന്റെ തന്ത്രം നമുക്ക് മനസ്സിലാവുക. കേവലം ആക്ച്വലി ഇതിൽ ഇവരുടെ ഇക്വിറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പിന്റെ ഈ 6 കമ്പനികളുടെയും ഇക്വിറ്റി 8500 കോടിക്ക് താഴെ മാത്രമാണ് ഇവരുടെ ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നുള്ളൂ. അതിൽ തന്നെ ഏറെക്കുറെ ഒരു 4000 കോടിക്ക് താഴെയാണ് അദനി ഗ്രൂപ്പിന് ഓഹരി പങ്കാളിത്തം ഉള്ളൂ എന്നതാണ്. 4000 കോടിക്ക് താഴെയുള്ള ഓഹരി പങ്കാളിത്തമാണ് എന്ന് പറഞ്ഞല്ലോ. ഈ 4000 കോടി രൂപയുടെ ഓഹരിക്ക് ഇന്നത്തെ മാർക്കറ്റ് വില വെച്ച് നോക്കുമ്പോൾ 4.8 ലക്ഷം കോടിയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത്രയും സ്റ്റോക്ക് ഇവർക്ക് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ഭാഗം ഓഹരി തന്നെ പ്ലഡ്ജ് ചെയ്താൽ തന്നെ ഇവർക്ക് നല്ലൊരു ശതമാനം ഫണ്ട് അങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും. 35,000 കോടി എന്നൊക്കെ കേൾക്കുന്നത് എത്രയാണ് എക്സാക്ട് എമൗണ്ട് എന്ന് അറിഞ്ഞുകൂടാ. ഇവർ ഗ്രൂപ്പ് കമ്പനികൾ പരിശോധിച്ച് നോക്കുമ്പോൾ നല്ല ഡെപ്റ്റ് ഉണ്ട്, മാത്രമല്ല നല്ല ഇൻവെസ്റ്റ്മെന്റും ഇവർക്ക് കാണുന്നുണ്ട്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അദനി എന്റർപ്രൈസസ് എടുക്കുകയാണെങ്കിൽ 15,293 രൂപ ബോറോയിങ്സ് കാണുന്നുണ്ട്. അതിൽ തന്നെ അവർ ഇൻവെസ്റ്റ്മെന്റ് കാണുന്നത് 5,503 ആണ്. അപ്പൊ അദാനി എന്റർപ്രൈസസിന് 5,503 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ഇവരെ ഗ്രൂപ്പിലാവണമെന്നില്ല, പക്ഷെ നല്ലൊരു ശതമാനം ഒരു പക്ഷേ ഇതിലേക്ക് ഗ്രൂപ്പിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അദാനി ഇൻഫ്ര, അദാനി പോർട്ട്, അതും 33,000 ബോറോവിങ്സ് ഉണ്ട്. 2,471 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ക്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഈ കമ്പനി നടത്തിയിട്ടുണ്ട്. ഓരോ പുതിയ പ്രൊജക്ട് അവർ അക്വയർ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിന്ന്, അവരുടെ എക്സിസ്റ്റിംഗ് ഉള്ള കമ്പനികളിൽ നിന്ന് ഫണ്ട് ഡൈവേർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതൊരു സംശയം മാത്രമാണ്. അതേപോലെ തന്നെ ഇത് വലിയ ഗ്രൂപ്പ് ആയതുകൊണ്ട്, വളരെ പൊട്ടൻഷ്യലുള്ള ഗ്രോത്ത് ഉള്ളതുകൊണ്ട്, ഇവരെ ഓഹരി വിലയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ഉള്ളത് കൊണ്ട് ലോൺ കിട്ടുന്നതിനും വളരെ എളുപ്പമാണ്. ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ NBFCs ആയിക്കോട്ടെ നന്നായി ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഗ്രൂപ്പ് കമ്പനികളിലെല്ലാം 20% അടുത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റേഴ്സിന് ഹോൾഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അവരെല്ലാവരും നല്ല പ്രോഫിറ്റിലായിരിക്കും. അവർക്ക് ഇപ്പൊ മാർക്കറ്റിന് സെല്ല് ചെയ്താൽ തന്നെ അവർക്ക് കുഴപ്പം വരില്ല. ഇപ്പോഴുള്ള മാർക്കറ്റിന്റെ പകുതി വിലയ്ക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ ഒരു പക്ഷേ നല്ല പ്രോഫിറ്റിലായിരിക്കും. കാരണം 4-5 കൊല്ലം മുൻപ് വാങ്ങിയതാണ് മിക്ക FPIസും. 2015 മുതലാണ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യമായിട്ട് ഈ അദാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ സംഭവത്തിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. ഹൈ വളട്ടിലിറ്റി ഉള്ള സ്റ്റോക്കുകളാണെങ്കിൽ നമ്മളുടെ ക്വാണ്ടിറ്റി കുറയ്ക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്നുണ്ട് ഇത് ASM കാറ്റഗറി 4 ആണ് എന്നുള്ളത്. വെറുതെ അല്ല ഇവര് ആ കാറ്റഗറിയിൽ പെടുത്തുന്നത്, അത് ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു വാർണിംഗ് ആണ് എന്നുള്ളത്. എപ്പോ വേണമെങ്കിൽ
മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും ഫ്ലക്ച്വേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലോ പബ്ലിക് ഹോൾഡിംഗ് ഉള്ള കമ്പനികളെ സംബന്ധിച്ചുള്ളൊക്കെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാല്യുവേഷൻ, ഹൈ വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കുകൾക്ക് വൻ തോതിലുള്ള ഒരു വളർച്ച വന്ന കമ്പനികളിൽ എപ്പോ വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗും ഉണ്ടാവാം. അപ്പോൾ ചെറിയൊരു ന്യൂസ് മതി, എല്ലാവരും സംശയത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്, ചെറിയൊരു ട്വീറ്റ് മതി മാർക്കറ്റ് ക്രാഷ് ആവാൻ. നമുക്കറിയാം ബിറ്റ് കോയിൻ എങ്ങനെ ക്രാഷ് ചെയ്തു നമുക്കറിയാം, ചെറിയൊരു ട്വീറ്റിന്റെ മുകളിലാണ് അല്ലെ. അതുപോലെ തന്നെ ചെറിയൊരു സംഭവം മതി മാർക്കറ്റിൽ വലിയ സെൽ ഓഫ് വരും. അപ്പോ ഒരു പക്ഷെ ഇത്തരത്തിലുള്ള സെൽ ഓഫ് ഈ കമ്പനി തന്നെ അല്ലെങ്കിൽ FIs തന്നെ അക്വയർ ചെയ്തു വരും. മാർക്കറ്റ് ചിലപ്പോൾ തിരിച്ച് വീണ്ടും മാർക്കറ്റ് വീണ്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയി എന്ന് വരാം. പക്ഷെ എങ്കിലും നമ്മളുടെ കാര്യം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൊസിഷൻ സൈസിങ് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഓഹരികളിൽ നമ്മളുടെ ചെറിയ ഒരു ശതമാനം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇത്രയും ഗ്രോത്ത് വരുന്ന കമ്പനികൾ, പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികൾ നമ്മൾ ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ ഹൈ വാല്യുവേഷൻ എന്ന് പറയുന്നത് 900ന്റെ മുകളിൽ PE റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വാല്യൂ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം ഒരിക്കലും ഒരു ഇത് വാങ്ങില്ല, ട്രേഡേഴ്സ് ആയിരിക്കും ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ F&O ചെയ്യുന്നവരൊക്കെയാണ് ശരിക്കും കൈവുള്ളത്. ഓപ്ഷൻ ആണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വെക്കാം. ഫ്യൂച്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് വലിയ പ്രശ്നം വരിക എന്നർത്ഥം. ഇനി കമ്പനികളുടെ പ്രൈസ് ബാൻഡുകൾ ഉണ്ടായിരിക്കും. ഈ പ്രൈസ് ബാൻഡ് ഉള്ള കമ്പനികൾക്ക് പ്രശ്നം എന്താണ്? പ്രൈസ് ബാൻഡ് ഉള്ള കമ്പനികൾക്കാണെങ്കിൽ ദിവസവും വേണമെങ്കിൽ ഫ്ലോറിംഗ് പോവാം. ഞാൻ അദാനിയുടെ കേസ് അല്ല പറയുന്നത് കേട്ടോ, പൊതുവെ ഒരു കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. പബ്ലിക് ഫ്ലോട്ടിംഗ് കുറവാണെങ്കിൽ ദിവസം ബയർ ഇല്ലാത്ത സിറ്റുവേഷൻ വരാം. മുകളിലോട്ട് പോകുന്നതും അപ്പർ ബാൻഡ് ആയിട്ട് പോകും, താഴോട്ട് പോകുമ്പോഴും ലോവർ ബാൻഡ് ആയിട്ട് പോകും. അപ്പൊ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ഉണ്ടാവില്ല. എപ്പോ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസുകളും ഒരുപക്ഷെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളും ഒക്കെ മാർക്കറ്റിൽ വരാവുന്നതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. അദനി എന്ന് പറയുന്നത് വളരെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. രാജ്യത്ത് ഊർജ്ജ മേഖല എന്ന് പറയുന്നത് വലിയൊരു കുതിച്ചുചാട്ടത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ മുൻപന്തിയിൽ അദനിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ സേവനവും എക്സ്പെർട്ടൈസും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമസ്കാരം.